ഭാര്യയുമായിട്ട് പിണങ്ങിയോ? വേറെ ഭാര്യ കൂടെ ഉണ്ട്. മോളും എങ്ങും എത്തിയില്ല, മോനും എത്തിയില്ല. ജീവിതം എല്ലാം തകർച്ചയായിരുന്നു. എടാ മോനെ, കയ്യിലൊരു ലഹരിയുണ്ട്, ലഹരി പദാർത്ഥം. വീടിന്റെ അവസ്ഥ വല്ലാത്ത. അച്ഛൻ അച്ഛന്റെ വഴി കൂടെ, അമ്മ അമ്മയുടെ വഴി കൂടെ. ഭാര്യയുമായിട്ട് പിണങ്ങിയോ? രണ്ടായിട്ട് നിൽക്കുക ഇല്ലയോ? വേറെ ഭാര്യ ഉണ്ട്. ഇപ്പം ഒരു വേറൊരു ഭാര്യ കൂടെ ഉണ്ട്. എണ്ണിച്ച് നിൽക്കും. എത്ര പിള്ളേരുണ്ട്? 2. മോള്, മോന്. മോളും എങ്ങും എത്തിയില്ല, മോനും എത്തിയില്ല. ജീവിതം എല്ലാം തകർച്ചയായിരുന്നു. പഠിച്ചിട്ടെങ്ങും എത്തിയില്ല അല്ലയോ? എന്നവരെ പഠിച്ചു, പിന്നെ പോയില്ല അല്ലയോ? പോകാൻ ഇഷ്ടമില്ല. വീടിൻ്റെ അവസ്ഥ വല്ലാത്ത. അച്ഛൻ അച്ഛൻ്റെ വഴി കൂടെ, അമ്മ അമ്മയുടെ വഴി കൂടെ. അല്ലയോടാ? ആണ്. ഇപ്പോൾ ഒരു പെണ്ണുമ്പിള്ളയെ കാണുന്നു, കണ്ണാടി വെച്ച പെണ്ണുമ്പിള്ള ഉണ്ട്. കൈയടിച്ചു രാമീം പറ. കർത്താവിൻ്റെ മുമ്പിൽ ഒന്നും മറവല്ല, ദൈവത്തിനൊന്നും കാണാതിരിക്കത്തില്ല. ഞാൻ കാണുന്ന എൻ്റെ കൺമുമ്പിൽ അങ്ങനെയാ. ഇപ്പം നിങ്ങളുടെ കൂടെ കൂടിയേക്കുന്ന ആൾക്ക് നിങ്ങളുടെ സ്വത്ത് വേണം, വേറെ ഒന്നും വേണ്ട. നിങ്ങളിതെല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി നിന്നോണം. വർഷങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയില്ല. ഇപ്പൊ ഹോട്ടലെടുത്ത് നടത്തുവാന്നോ? ഇനി എങ്ങോട്ട് പോവാ? എങ്ങും നിൽക്കത്തില്ല. പെണ്ണുങ്ങളാ പ്രശ്നം. കുഴപ്പമാണ്. ഇപ്പോൾ ഉള്ള പെണ്ണുമ്പിള്ള വിട്ടോ? അവർ വിടത്തില്ല നിങ്ങളെ. അവർ ഉടുമ്പ് പിടിച്ചേക്കുന്ന പോലെ പിടിക്കും. നിനക്കറിയാം അവരെ? അവന് പകുതി അറിയത്തുള്ളെന്നാണ് ഞാൻ പറയുന്നത്. അന്ന് കയറിയ സ്ഥലം തെറ്റിപ്പോയി. ഇത് യേശുവുള്ള സ്ഥലമാണ്. നമ്മളെ അങ്ങനെ അറിയാവുന്ന ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു എന്നാ. കൈ അടിച്ചൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിലൊന്ന് വിളിച്ചേ. ആ നാമത്തെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചേ. കർത്താവിനോട് പറയുക, വർഷങ്ങളായി കിടക്കുന്ന ചില ശാപങ്ങൾ ഈ വീട്ടിൽ നിന്ന്. ഈ ഡിപ്രഷനുള്ള ആരാ? ഡിപ്രഷനുള്ള ആരാ? വീട്ടിൽ അപ്പടി പ്രശ്നം, പാരമ്പര്യം. ഇതൊക്കെ എന്തുവാടാ ചെയ്യുന്നേ? അമ്മയും കണക്ക്, അപ്പനും കണക്ക്. അപ്പം മാറുമോ? എന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? ചുമ്മാ പറയണോ? അല്ല. ഈ പരിപാടിയെല്ലാം നിർത്തണം. നിങ്ങൾക്ക് ഭയങ്കര കൈപ്പുണ്യാണ് കേട്ടോ. നിങ്ങൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. സത്യമാണ്. പക്ഷെ നിങ്ങളെങ്ങും നിൽക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു പെണ്ണ് കൂടെ കൂടും. ശരിക്കും ഇന്ന് നമ്മളതൊക്കെ നിർത്താൻ പോവാം. ഇവൻ്റെ അമ്മ വേണോ? അവരോടെ ജീവിക്കാൻ പറ്റത്തില്ല ഇല്ലയോ? ഇല്ല, അവർ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അവരും കുഴപ്പമില്ല, നിങ്ങളും വലിയ കുഴപ്പക്കാരനാണ് രണ്ടുപേരും. അതുകൊണ്ട് ഈ പിള്ളേരുടെ കാര്യം എനിക്ക് സങ്കടം. ഡാ, എല്ലാ ഉഴപ്പും നിനക്കും പെണ്ണുണ്ടല്ലോ, എല്ലാം പ്രശ്നമാണ്. ഞാനങ്ങ് പോവാ. പ്രശ്നം മൊത്തം ഇതെല്ലാം മാറ്റുന്നോ? നീ ആദ്യമായിട്ട് എങ്ങനത്തെ യോഗത്തിലില്ലയോ? ഈ മാല വേണ്ട, ഊരിത്താ എനിക്ക്. ശരി. നിങ്ങളൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒരു കാര്യം ചെവിയപ്പോൾ നമ്മളിതൊക്കെ അങ്ങ് നിർത്തിയാലോ? പറ. നിർത്തും. അത് എന്തോ ടെക്നിക്ക്. അത് എവിടെ പോയാലും ഓരോരുത്തരെ കിട്ടുമല്ലോ. അതെങ്ങനാ? മാത്യു പാസ്റ്റ് മനസ്സിൽ പറയാ, എനിക്കൂടെ പറഞ്ഞു തരാൻ. എടാ മോനെ, കയ്യിലൊരു ലഹരിയുണ്ട്, ലഹരി പദാർത്ഥം. എൻ്റെ കയ്യിലോട്ട് കൈവെക്ക്. ഇനി തുടരുത്. നീ ഒരു ലഹരി ഉപയോഗിക്കരുത്. മദ്യപാനം വേണ്ട. ഇവൻ അടിക്കുമെന്നറിയാം. അവൻ മദ്യപിക്കും, എല്ലാം ലഹരി ഉപയോഗിക്കും. ചെറിയ കൊച്ചാ. എത്ര വയസ്സുണ്ട്? ഇനിയും വേണ്ട. ഇനി ഇതൊന്നും വേണ്ട. നിർത്തില്ലേ? പ്രയാസം അല്ലേ? നിർത്താൻ പറ്റും. കേട്ടോ അപ്പൻ പറഞ്ഞേ. നിങ്ങളുടെ സ്റ്റൈലിൽ പോകുന്നതുകൊണ്ട് നിങ്ങളുടെ മകൻ്റെ കാര്യം പറയുക. അവൻ എന്നെ ആദ്യം കാണുക, നിങ്ങളെ ഞാൻ ആദ്യം കാണുക. നമ്മളെ രണ്ടുപേരെയും കൂടെ അറിയാവുന്ന ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്ന പോലെ നിങ്ങളുടെ ഭാര്യയും കാണാം. ഭാര്യയുടെ കാര്യം അറിയാം.
ഇവൻ പറഞ്ഞ അപ്പൻ അറിയത്തില്ലെന്നാ. അമ്മയും പ്രശ്നം. നിങ്ങളുടെ വേറൊരു വകഭേദമാണ് നിങ്ങളുടെ ഭാര്യ. ആരെങ്കിലും ഒരാൾ ആ വീട്ടിൽ മാനസാന്തരപ്പെട്ട ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട് രക്ഷപ്പെടുത്തായിരുന്നു. പക്ഷെ ആള് മാറണം. മാറോ? മാറണം. സുജ അല്ലയോ ഇപ്പോഴത്തെ ആള്? എന്തുകൊണ്ട് പേര്? സുജ. പുള്ളി ഞെട്ടിയിരിക്കും എൻ്റെ കടുത്ത്. അവർക്ക് ശരിക്കും നിങ്ങളെ വേണോ? നിങ്ങൾക്ക് അറിയത്തില്ല വേണമെന്ന്. വേണോ? അറിയത്തില്ല. ശരിക്കും നിങ്ങൾക്ക് അറിയത്തില്ല അവർക്ക് നിങ്ങളെ വേണോ, അവരെത്ര നാൾ നിൽക്കും. ഒക്കെ ഞാനിപ്പോൾ കാതി പറയും. എത്ര നാൾ നിൽക്കും, അവർ പോമോ. ഇനി അടുത്ത കാര്യം ഇനി ബാക്കിയുള്ള കാര്യം പറയുക. നിങ്ങൾ ഈ പരിപാടിയെല്ലാം വിട്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ മക്കളെ എല്ലാം അതാത് സ്ഥലങ്ങളിൽ നിന്ന് ദൈവം പറക്ക് നിങ്ങളുടെ കൂടെ കൊണ്ടുവരും. നിങ്ങളുടെ തകർച്ചയുള്ള ആ വീട് രക്ഷപ്പെടും. ഇവൻ ദൈവത്തിൻ്റെ ആളാകും. ഇവനെ ദൈവം അടിമുടി മാറ്റും. ഇവനൊരു സമയം കഴിഞ്ഞ് പഠിക്കാൻ പറ്റില്ല. ഇവൻ ഭയങ്കര ഉഴപ്പാ. ബാക്കി ഇവൻ അറിയാവുന്ന പോലെ എല്ലാം എനിക്കറിയാം. ഇവൻ യേശുവിൻ്റെ ആളാവും. നിങ്ങളുടെ നശിച്ചുപോയ വീട് ദൈവം തിരിച്ചു തരും. ഇന്ന് രാവിലത്തെ ആരാധനയിൽ അതിനു വേണ്ടിയുള്ള തുടക്കം ദൈവം ചെയ്യാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന ആളുകൾ യേശുവേ എന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ദൈവമേ. ഈ കുടുംബത്തിന്റെ കെട്ട് ഒന്ന് മുട്ടുകുത്താമോ കുഞ്ഞെ? നീയുടെ നിങ്ങളൊന്ന് കൈ നെട്ടിപ്പിടിച്ച പ്രിയരെ. ദാണ്ട് നല്ലൊരു കുക്കാ, നിങ്ങൾ മിടുക്കനാ, നിങ്ങൾക്ക് കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ കഴിവ് ഇനിയും കളയരുത്. അടുത്ത നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? കാശില്ല ഇല്ലയോ? ശരി, അടുത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി കിട്ടും. ആ ജോലി നിൽക്കുമോ? ഈ ഒരു പെണ്ണിനെ വെച്ചുകൊണ്ട് അടുത്ത പെണ്ണിൻ്റെ അടുത്ത് പോലെ പെണ്ണുങ്ങൾ അവർ സഹിക്കത്തില്ല. ഉള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പോരാട്ടമുണ്ട്, സ്പിരിറ്റുണ്ട്. അതുകൊണ്ട് പറയുക, അതിൻ്റെ ബാക്കിയാണ് ഇവൻ വരുന്നുണ്ട്. എന്നാലും ഇവൻ ഇന്ന് രക്ഷപ്പെടും ഇല്ലയോടാ? ഞാൻ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രിയരെ, ഞാൻ സരസമായിട്ട് പറഞ്ഞെങ്കിലും സീരിയസ് ആയിഷു നിങ്ങൾ കൈ നീട്ടിപ്പിടിക്കുക. ഇവർ രണ്ട് രക്ഷപ്പെടണം. നിങ്ങൾ ആ കൈ ഒന്ന് നീട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ അപ്പനും മോനും എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. ഇവരെ രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ച, ഞങ്ങളെ എല്ലാരെയും കൂടെ അറിയുന്നൊരു ദൈവമുണ്ട്. ഈ അപ്പനെ ദൈവം വിടുവിക്കണം. പെട്ടെന്ന് നിനക്ക് ദേഷ്യം വരും. നീ ക്ഷിപ്രകോപിയ, നിനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഈ ദേഷ്യം വന്ന് കുറച്ച് കഴിയുമ്പോഴേ നീ ആലോചിക്കത്തുള്ളൂ അത് വേണ്ടായിരുന്നെന്ന്. അങ്ങനെ എല്ലാം നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കർത്താവ് എന്നോട് പറയുന്നത്, നീ ഒരു സംരംഭകനായിട്ട് മാറും. നിന്റെ മക്കളെ ദൈവം ചേർത്ത് കൊണ്ടുവരും. നിന്റെ ജീവിതം വഴിമാറും. നിന്റെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞിനെ ലഹരിയിൽ നിന്ന് വിടുവിക്കണം. അവൻ അത്ഭുതമായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ